ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PC വേൾഡ്. ഇപ്പോൾ എല്ലാവരും കാത്തിരുന്ന 10th പ്രിലിംസിൻ്റെ കുറച്ചെണ്ണത്തിൻ്റെ ഇന്നലെ വന്നിട്ടുണ്ട് റിസൾട്ട്. അസിസ്റ്റന്റ് ടൈം കീപ്പറിൻ്റെയും ലാബ് അസിസ്റ്റൻറ്റിൻ്റെയും വന്നിട്ടില്ല. അപ്പോൾ അതിൽ പ്യൂണിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് 72.4391 ആണ്. സ്റ്റോർ കീപ്പറിൻ്റെ തന്നെ രണ്ടെണ്ണം ഉണ്ട്. അതൊന്ന് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതിൻ്റെ കട്ട് ഓഫ് 78.4946 ആണ്. ഇതിൻ്റെ കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ 77.1892 കട്ട് ഓഫ്. പിന്നെ നമ്മളുടെ സെക്രട്ടേറിയറ്റ് OA, അതിൻ്റെ മെയിൻസ് ആണ് നമുക്ക് ആദ്യം നടക്കാൻ പോകുന്നത്, അല്ലെ May 21 എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഇത് തന്നെയാണ്. അതിൻ്റെ കട്ട് ഓഫ് 73.23 ആണ്. അപ്പോൾ എൻ്റെ റിസൾട്ട് പറയുകയാണെങ്കിൽ എനിക്ക് സെക്രട്ടേറിയറ്റ് OA പ്രിലിംസ് പാസ്സാവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വന്നിട്ടുണ്ട് ഷോർട്ട് ലിസ്റ്റിൽ. പ്യൂണിൻ്റെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ 4th സ്റ്റേജ് ആയിരുന്നു എനിക്ക് ആക്ച്വലി എക്സാം. അത്യാവശ്യം ടഫായിട്ടുള്ളൊരു സ്റ്റേജ് ആയിരുന്നു അത്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ പറഞ്ഞിരുന്നല്ലോ, അപ്പം ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കിട്ടുമോ എന്നുള്ളത്. കാരണം എല്ലാവരും വലിയ വലിയ കട്ട് ഓഫൊക്കെയാണ് പറഞ്ഞത്. എന്നിരുന്നാലും ദൈവാനുഗ്രഹത്താൽ കിട്ടി. ഇനി മെയിൻസിന് വേണ്ടി നല്ലോണം പഠിക്കണം. അപ്പോൾ നിങ്ങളുടെ ആൾക്കൊക്കെ ഇത് പാസ്സാവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്താണ് പ്രതീക്ഷിച്ച പോലെ ലിസ്റ്റിൽ വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഒരിക്കലും വിഷമിക്കരുത്. നമുക്കിനി അസിസ്റ്റന്റ് സെയിൽസ്മാൻ, അതുപോലെ തന്നെ BFA ഒക്കെ വരുന്നുണ്ട്. ഇപ്പോഴേ നന്നായിട്ട് ഇത് പഠിക്കുക. ഉറപ്പായിട്ടും അധ്വാനിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും കേട്ടോ, അത് ഉറപ്പാണ്. കാരണം ഈ 4th സ്റ്റേജിൽ ഞാൻ കുറേയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റിയത്. നേരത്തെ ഒന്നും കുറേ തിരക്കുകളെ എനിക്ക് പഠിക്കാൻ സാധിച്ചിരുന്നില്ല. ലാസ്റ്റത്തെ ഒരു കുറച്ച് ആഴ്ചകൾ കൊണ്ടാണ് എനിക്കിത് പെട്ടെന്ന് നോക്കാൻ സാധിച്ചത് തന്നെ. അപ്പോൾ ഇതിൻ്റെ മെയിൻസിന് ഇനി കുറച്ച് സമയമുള്ളൂ. നമുക്ക് ലാബ് അസിസ്റ്റൻറ്റിൻ്റെയും അതുപോലെ മറ്റേതിൻ്റെയും അസിസ്റ്റന്റ് ടൈം കീപ്പറിൻ്റെയും പുറത്തെ തന്നെ ഇടും. ലാബ് അസിസ്റ്റന്റ് ജൂണിലെങ്ങാണ്ടാണല്ലോ എക്സാം വരുന്നത്. അപ്പോൾ കിട്ടാത്തവർ ഒരിക്കലും വിഷമിക്കരുത്. അവർ തീർച്ചയായിട്ടും അസിസ്റ്റന്റ് സെയിൽസ്മാൻ, BFA പോലുള്ളതിന് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. കാരണം നമുക്ക് സിലബസ് ഒക്കെ സെയിം തന്നെയാണ്. കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആകെയുള്ള ഒരു വഴി നമുക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ. ഞാൻ പറഞ്ഞ കോമ്പറ്റീഷൻ അത്രയ്ക്കാണ്. എല്ലാവരും നല്ലവണ്ണം തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും ആ ഒരു ലെവലിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നന്നായി പരിശീലിക്കണം. അതുപോലെ കുറേയൊക്കെ എനിക്ക് 4th സ്റ്റേജ് ആണെങ്കിലൊക്കെ നന്നായിട്ട് എഴുതാൻ സാധിച്ചത്. ഞാൻ കുറേയധികം ക്ലാസ്സസ് ഒക്കെ ഇപ്പോൾ യൂട്യൂബിൽ ഞാൻ പ്രിലിംസിനെ സംബന്ധിച്ച് ഇഷ്ടംപോലെ ഞാൻ വരും എന്ന് പറഞ്ഞതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ സ്റ്റേജിലും ഇത്ര മാർക്കിൽ ഞാൻ പറഞ്ഞ ഏരിയാസിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും അത് ഹെൽപ്ഫുള്ളായി, നിങ്ങൾ കണ്ടവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടർന്ന് നമ്മൾ ഇനി അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസും അതുപോലെ നമ്മൾ കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സെഷൻ. ഓക്കെ, അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അതുപോലെ ഉൾപ്പെടാത്തവർ നന്നായിട്ട് തന്നെ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും, ഉറപ്പാണ്. മനസ്സിൽ അങ്ങനെ തന്നെ കരുതി ചെയ്യുക. ഒരിക്കലും ഡെസ്പറേറ്റ് ആവരുത്. കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ഒരിക്കലും മനസ്സ് മടിക്കരുത്. പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. വൺ ഡേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതാക്കും. അതിൽ തീർച്ചയായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. അല്ലാതെ നമുക്ക് ഒരു രക്ഷയില്ല ഇതിലൊക്കെ കയറി കിട്ടാൻ. നല്ലവണ്ണം തന്നെ പഠിക്കുക, പരിശ്രമിക്കുക, സിലബസ് നന്നായി തന്നെ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.